മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ബി.ജെ.പി. എം.എൽ.എ വി മുരളീധരൻ രംഗത്തെത്തി മുസ്ലിം ലീഗിനെതിരെ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നു. നമ്മുടെ നാടിന് വേണ്ടി, കേരള ജനതയ്ക്ക് വേണ്ടി അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എടുത്ത് ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. നമുക്ക് ആദ്യം തന്നെ മുസ്ലിം ലീഗിനെതിരെ കോൺഗ്രസിനെതിരെ എന്താണ് പറഞ്ഞത് എന്നൊന്ന് ഇവിടെ കൊടുക്കാം. അതിനുശേഷം നാടിന് വേണ്ടി, കേരള ജനതയ്ക്ക് വേണ്ടി അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നുള്ളതും കൊടുക്കാം. ആദ്യം മുസ്ലിം ലീഗാണ് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് എന്ന് പച്ചക്ക് വിളിച്ചു പറഞ്ഞതൊന്ന് കേട്ടു നോക്കൂ. അല്ല, മുസ്ലിം ലീഗ് നമ്മളെല്ലാവരും നേരിട്ട് കണ്ടതാണ്. കോൺഗ്രസിന്റെ നേതാവായിരിക്കണം എന്ന് തീരുമാനമെടുക്കാൻ, അല്ലെങ്കിൽ അഭിപ്രായം, അതായത് MLA-മാരുടെ അഭിപ്രായം അറിയാൻ കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ച 2 നിരീക്ഷകർ കേരളത്തിൽ വന്നപ്പോ അവര് ക്ഷണിക്കാതെ മുസ്ലിം ലീഗിന്റെ നേതൃത്വം അങ്ങോട്ട് ചെന്ന അഭിപ്രായം പറഞ്ഞു എന്നുള്ളത് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിന്റെ നേതാവിനെയാണ് തീരുമാനിക്കുന്നത്. കോൺഗ്രസിന്റെ തീരുമാനമെടുക്കുന്നതിൽ മുസ്ലിം ലീഗ് ഇടപെടുന്നത് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല അക്കാര്യത്തില്, അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷേ ആത്മാഭിമാനമുള്ള കോൺഗ്രസുകാർ അവരുടെ പാർട്ടിയെ മുസ്ലിം ലീഗിന് പണയം വെച്ചിരിക്കുകയാണോ എന്നുള്ളത് ആലോചിക്കണം. എനിക്ക് ആത്മാഭിമാനമുള്ള കോൺഗ്രസുകാർ ആരെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ വെക്കാനുള്ള നിവേദനം വളരെ വ്യക്തമായിട്ടുള്ളൊരു നിവേദനം പോലെ തന്നെയാണ് കോൺഗ്രസുകാരായിട്ടുള്ള, കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുള്ള ഓരോ ആളുകളും ചിന്തിക്കേണ്ടതാ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര്, കോൺഗ്രസിൽ നിന്ന് ആര് തിരഞ്ഞെടുക്കണമെന്ന് മുസ്ലിം ലീഗ് തീരുമാനിക്കുന്ന ഒരു കാലം. മാത്രമല്ല, മുസ്ലിം ലീഗിനെ ഈ പറയുന്ന AICC നിന്ന് വന്നിട്ടുള്ള ആളുകൾ ക്ഷണിക്കാനിട്ടും വലിഞ്ഞു കയറി അവിടെ പോയിട്ട് അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായം കാരണമാണ് ഇന്നും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാതെ കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്. മുസ്ലിം ലീഗിനെ പേടിച്ചിട്ടാണ് നിലവിൽ കോൺഗ്രസ് കേരളത്തിൽ മുഖ്യമന്ത്രിയെ പോലും തീരുമാനിക്കാത്തത്. ഇതൊരു വലിയ യാഥാർത്ഥ്യമല്ലേ? കോൺഗ്രസിന്റെ ആത്മാഭിമാനമുള്ള കോൺഗ്രസിന്റെ മുരളീധരൻ പറഞ്ഞത് വളരെ വലിയൊരു യാഥാർത്ഥ്യ. ആത്മാഭിമാനമുള്ള ഒരു കോൺഗ്രസ്സുകാരൻ, അതേപോലെ തന്നെ കോൺഗ്രസിന് വോട്ട് ചെയ്തവർ വ്യക്തമായിട്ട് തിരിച്ചറിയണോ. മുസ്ലിം ലീഗ് പറയുന്നത് പോലെയാ കോൺഗ്രസ് ഇപ്പോ മുന്നോട്ട് പോകുന്നത്. കാലാകാലമായിട്ട് കോൺഗ്രസിന്റെ ചരിത്രം ഒന്ന് എടുത്തു നോക്കൂ. MLA-മാർ ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണോ അവരെയാണ് മുഖ്യമന്ത്രിയായിട്ട് ഇക്കാലം അത്രയും കോൺഗ്രസ് മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട് പ്രഖ്യാപിക്കാറുള്ളത്. ഇതൊക്കെ ഒരു വലിയ യാഥാർത്ഥ്യമല്ലേ? എന്നിട്ടും KC വേണുഗോപാലിനെ നിലവിൽ മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിക്കാത്തത് VD സതീശന് വേണ്ടിയിട്ട് മുസ്ലിം ലീഗ് പിടിവാശി നടത്തി മുന്നോട്ട് പോകുന്നുണ്ടാ. അതാണ് വലിയ യാഥാർത്ഥ്യം. മുസ്ലിം ലീഗിൽ പണയം വെച്ചിരിക്കുക കോൺഗ്രസ്. ഇതുപോലെ കോൺഗ്രസ് ഓരോ സംസ്ഥാനങ്ങളിലും പ്രീണന രാഷ്ട്രീയം നടത്തി. ആസാമില് ഒന്ന് പരിശോധിക്കേണ്ടതാ. ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാരൊക്കെ കോൺഗ്രസിനെടുത്ത് ആറ്റിലേക്ക് എറിഞ്ഞു. ആസാമിലൊക്കെ എന്താ സംഭവിച്ചത്? പ്രീണിപ്പിച്ച് ഏറ്റവും ഒടുവിൽ പ്രീണനം നടക്കുന്ന മേഖലയിൽ മാത്രമേ ഈ കോൺഗ്രസ് ആസാമിൽ പോലും വിജയിച്ചിട്ടുള്ളൂ. ഇങ്ങനെ ഓരോ സംസ്ഥാനത്തെയും ഒന്ന് കണക്കെടുത്താൽ മനസ്സിലാക്കാൻ സാധിക്കൂ. ഈ പറയുന്ന കേരളത്തിലോ മുസ്ലിം ലീഗ് പറയുന്നത് പോലെയാ കാര്യങ്ങൾ മുന്നോട്ട് വന്നു. കോൺഗ്രസിന് 62 സീറ്റ് ഉണ്ടായിട്ട് മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ പോലും ഭരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് ഇന്നും മുസ്ലിം ലീഗിനൊക്കെ പേടിക്കുന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് ആണ് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതല്ലേ വലിയ യാഥാർത്ഥ്യം. ഇത് പറയുന്നവർക്കല്ല പ്രശ്നം, ഇതാണ് യാഥാർത്ഥ്യം. ഈ മുരളീധരൻ ഇതങ്ങ് തുറന്നു പറഞ്ഞതേ ഉള്ളൂ. ഇതല്ല യാഥാർത്ഥ്യം. പറയുന്ന മുസ്ലിം ലീഗ് പിടിവാശി പിടിക്കുന്നത് കൊണ്ടല്ലേ സതീശന് വേണ്ടി മുസ്ലിം ലീഗ് നിലകൊള്ളുക. അല്ലെങ്കിൽ എപ്പോഴെങ്ങാൻ ഈ പറയുന്ന KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായിട്ട് കോൺഗ്രസിന് തീരുമാനിക്കാമായിരുന്നു. മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയൊക്കെ വലിയ മതേതര മുഖം കൂടി കൊടുത്തിട്ടുള്ള ആളല്ലേ ഈ VD സതീശൻ. ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ് ഇവരൊക്കെയാണ് VD സതീശന് വേണ്ടി നിലകൊള്ളുന്നത്. ഇതൊക്കെ സകലയാണ്. ഇത് VD സതീശൻ വന്നാലോ, AC വന്നാലോ, പറയുന്ന ചെന്നിത്തല വന്നാലോ കേരളത്തിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് തമ്മിത്തല്ല, ഒരു തർക്കമില്ലാത്ത വിഷയം. ഇനി ജനങ്ങൾക്ക് വേണ്ടി വ്യക്തമായിട്ട് വി മുരളീധരൻ ഒരു വലിയ യാഥാർത്ഥ്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. മഴക്കാലത്ത് നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ, മഴക്കെടുതിയുടെ ഭാഗമായിട്ട് മഴക്കാലത്തിന് മുൻപ് നടക്കേണ്ട ശുചീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ
ഇപ്പോൾ പുറത്തു പോകുന്ന സർക്കാർ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ധാരാളം ചോദ്യങ്ങൾ ഇപ്പോൾ തന്നെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ സർക്കാർ ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ അടിയന്തര പ്രാധാന്യത്തോടു കൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇന്ന് തീയതി 12-ാം തീയതിയായി. മഴ ഇപ്പം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഈ സാഹചര്യത്തിൽ സർക്കാർ രൂപീകരണവും വകുപ്പുകളുടെ വിഭജനവും, കാരണം അതൊരു വലിയ കീറാമുട്ടിയാവുമോ എന്നുള്ളതാണ് അടുത്ത ആശങ്ക. കാരണം സർക്കാർ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഇത്രയും വൈകുന്നുണ്ടെങ്കിൽ വകുപ്പ് വിഭജനവും തുടർന്നുള്ള കാര്യങ്ങളും നടപ്പിലാകണമെങ്കിൽ എത്ര സമയമെടുക്കും എന്നുള്ളൊരു ആശങ്കയുണ്ട്. എങ്കിൽ പോലും ഈ മഴക്കാലത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ, ആ തയ്യാറെടുപ്പുകൾ സർക്കാർ ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒരു സർക്കാരിൻ്റെ നടപടിയായിട്ട് മുൻനിർത്തിക്കൊണ്ട് നടപ്പിലാക്കണം എന്നുള്ളതാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ള മറ്റൊരു കാര്യം. അല്ല, എൻ്റെ ഭാഗത്തു നിന്ന് നടപടി എടുക്കണമെങ്കിൽ ആദ്യം ഈ സർക്കാരിൽ ആരാണ് ഈ കാര്യങ്ങളൊക്കെ നോക്കുക എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും വ്യക്തതയില്ലാത്ത സാഹചര്യത്തിൽ ഞാൻ ആരോടിത് പറയും എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. ഉദ്യോഗസ്ഥ തലത്തിൽ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഞാൻ തുടങ്ങുന്നുണ്ട്. നിങ്ങൾ കേട്ടില്ലേ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമല്ലേ വി മുരളീധരൻ ഉന്നയിച്ചിട്ടുള്ളത്. നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാ മഴ ഇങ്ങെത്തി. ഇവിടെ സർക്കാരില്ല, മുഖ്യമന്ത്രിയില്ല, വകുപ്പ് മന്ത്രിമാരില്ല. നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ പ്രകൃതി ദുരന്തങ്ങൾ ഈ പറയുന്ന ഇത്തരത്തിലൊക്കെ മഴ എത്തുന്ന സമയത്ത് പ്രളയം ഉൾപ്പെടെ നടക്കുന്നൊരു നാടാണ് നമ്മുടെ കേരളം. ഇതവണ അത്തരത്തിൽ ഒന്നും തന്നെ സംഭവിക്കരുതേ എന്ന് ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്ത് ഇനി സംഭവിച്ചാലും ഇതിനു വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കേണ്ട ഉദ്യോഗസ്ഥന്മാരെ സജ്ജമാക്കേണ്ട വകുപ്പ് മന്ത്രിമാരില്ല, മുഖ്യമന്ത്രിയില്ല. നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥയാ മഴ ഇങ്ങ് എത്തി. ഇതെത്ര വലിയ പ്രാധാന്യമുള്ളൊരു വിഷയമാണെന്നറിയോ? ഇത് BJP അല്ലാതെ ഈ ഒരു വിഷയത്തെ ഉന്നയിച്ചിട്ട് പോലില്ല. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു, 3 MLA-മാർ BJP-യിൽ നിന്ന് വിജയിച്ചു വന്ന സമയത്ത് ഇനി യഥാർത്ഥ പ്രതിപക്ഷമാവാൻ പോകുന്നത് BJP ആണ് എന്ന് പറഞ്ഞത് നമ്മൾ വെറുതെ അല്ല. എത്ര സുന്ദരമായിട്ടാണ് നാടിന് വേണ്ടി BJP MLA നിലപാടെടുക്കുന്നത്. ഞാനിതെവിടെ പോയിട്ട് പറയണോ? കേരള ജനത തിരഞ്ഞെടുക്കപ്പെട്ടൊരു സർക്കാർ, ഒരു UDF സംവിധാനത്തെ വിജയിപ്പിച്ചിട്ട് സർക്കാർ രൂപീകരിക്കാൻ സാധിക്കുന്നില്ല. വകുപ്പുകൾ, മന്ത്രിമാരില്ല, മുഖ്യമന്ത്രിയില്ല. നമ്മൾ പ്രത്യേകം മറ്റൊരു കാര്യം, സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ നമ്മുടെ കേരളത്തിൽ ഇടതും വലതും മാറി മാറി ഭരിക്കുക. നമ്മുടെ കേരളത്തിലാണെങ്കിൽ പ്രളയങ്ങളും ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ മഴ എത്തുമ്പോൾ അതിനോടൊപ്പം തന്നെ എത്താറുണ്ട്. എന്നിട്ട് ഇത്രയും കാലമായിട്ട് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്, ലോകത്ത് പ്രകൃതി ദുരന്തങ്ങളൊക്കെ തന്നെ മുൻകൂട്ടി കാണാൻ സാധിക്കുന്ന വലിയ സംവിധാനങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പണമില്ലാഞ്ഞിട്ടൊന്നുമല്ല, ഇതൊക്കെ കണ്ടുപിടിക്കുന്ന സംവിധാനങ്ങൾ കേരളത്തിലേക്കൊന്നും എത്തിക്കാൻ ബുദ്ധിയുള്ള രാഷ്ട്രീയ നേതാക്കന്മാര് കേരളം ഭരിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പണം നമുക്കറിയാം, പ്രളയം നടന്നു കഴിയുമ്പോൾ 700 കോടി 800 കോടി ഉണ്ടാക്കാനല്ല, മറിച്ച് ഇതൊക്കെ നടക്കുന്നത് മുൻകൂട്ടി കാണുന്ന സംവിധാനങ്ങൾ നമ്മുടെ കേരളത്തിലേക്ക് എത്തിക്കണം. നമ്മുടെ നാട് എന്താണ് എന്നുള്ളത് നമുക്കറിയാം. വി മുരളീധരൻ പറഞ്ഞത് വലിയ പ്രാധാന്യമുള്ളൊരു വിഷയ. മഴ ഇങ്ങെത്തി, പ്രധാനപ്പെട്ട പ്രകൃതി ദുരന്തങ്ങൾ എന്തൊക്കെ നമ്മുടെ കേരളത്തിൽ നടന്നു. ഇനിയും അതുമായി ബന്ധപ്പെട്ട് അടുത്ത മഴ എത്തിയിട്ട് ഒരു ചർച്ചയില്ല, വകുപ്പില്ല, മുഖ്യമന്ത്രിയില്ല. എത്ര ദുരന്ത സാഹചര്യത്തിലൂടെയാ ഈ UDF കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതൊക്കെ കൃത്യമായിട്ട് വി മുരളീധരൻ ഉന്നയിച്ചിരിക്കുന്നു. ഇത് കേരള ജനത ചർച്ച ചെയ്യാൻ പോവാ. ഇത്തരത്തിൽ ജനങ്ങൾക്ക് വേണ്ടി BJP നിലകൊള്ളുന്നത് കൊണ്ടാ നമ്മളൊക്കെ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞത്, ഇനി കേരളത്തിൽ യഥാർത്ഥ പ്രതിപക്ഷമാവാൻ പോകുന്നത് BJP ആണ്. UDF-ന്റെ വിജയിച്ചിട്ടുള്ള ഓരോ MLA-മാരോടും ഈ മഴയൊക്കെ എത്തുമ്പോൾ ഭയത്തോടുകൂടി പേടിയോട് കൂടിയിട്ട് അന്തിയുറങ്ങുന്ന വലിയ സമൂഹമുള്ളൊരു നാടാ നമ്മുടെ കേരളം. ഈ സമയത്ത് ഇനിയെങ്കിലും വളരെ പെട്ടെന്ന് മുഖ്യമന്ത്രിയെയും വകുപ്പുകളെയും തയ്യാറാക്കണം. അതുമായി ബന്ധപ്പെട്ട് മഴയുമായി ബന്ധപ്പെട്ട മുൻകരുതലുകൾ എടുക്കണം. നാടൊരു പ്രതിസന്ധിയിലേക്ക് പോയി. ഇവിടെ കസേര കിട്ടിയ UDF-ന്റെ ഒക്കെ ഒരു അവസ്ഥ. UDF ഒന്നും നാടിന് സ്വന്തം കസേരയ്ക്ക് വേണ്ടിയാണ് എന്നുള്ളതൊക്കെ സകല ആളുകളും തിരിച്ചറിയുക.